ഈ തടവറയിൽ 10 വർഷം വസിച്ചിരുന്നു. 1911 ജൂലൈയിലാണ് വീർ സവർക്കറെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. 1921 വരെ അദ്ദേഹം ഈ ജയിലിൽ താമസിച്ചു. ഇദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. കൂടാതെ കവിയും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായിരുന്നു. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ ഒരു സുപ്രധാന നേതാവായിരുന്നു അദ്ദേഹം. ഈ ഹിന്ദു മഹാസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നാസിക്കിന്റെ സബ് കളക്ടറായിരുന്ന ഒരു സാഹിബിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്. കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള കുറ്റം. ഇങ്ങനെ 2 കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം തടവിലാവുന്നു. അദ്ദേഹത്തെ നാട് കടത്തുന്നു. അദ്ദേഹത്തെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച് ഈ സെല്ലുലാർ ജയിലിലേക്ക് അയക്കുന്നു. അതായത് 50 വർഷത്തെ ശിക്ഷയ്ക്കാണ് ഇങ്ങോട്ട് വിടുന്നത്. അദ്ദേഹം ആദ്യത്തെ ഒരു 6-7 മാസം ഏകാന്ത തടവായിരുന്നു. ഒരു മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ ഈ സെല്ലിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത്. ഞാൻ ആ മുറിക്കകത്തേക്ക് കയറി ചെന്നു. അദ്ദേഹം താമസിച്ചിരുന്ന കാലത്തെ എന്ന പോലെ ആ മുറി ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട്. ആകപ്പാടെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആ മുറിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന് കിടക്കാനുണ്ടായിരുന്ന ഒരു ചെറിയ കട്ടിലുണ്ട്. അതില് ഒരു കരിമ്പടവോ ചമുക്കാളോ മറ്റോ വിരിച്ചിരിക്കുന്നു. കൂടാതെ ഒരു പുറപ്പുണ്ട്, പിന്നെ 1-2 പാത്രങ്ങളുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന് ജയിലിൽ അനുവദിച്ചത്. വി.ഡി. സവർക്കറും കോൺഗ്രസും തമ്മിൽ എന്താണ് ബന്ധം? 1970 മെയ് 28 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആദ്യമായി സവർക്കറെ രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ചാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി കമ്മ്യൂണിസ്റ്റുകാരും സവർക്കറും തമ്മിൽ എന്താണ് ബന്ധം? 1957 രണ്ടാമത്തെ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടിയിരുന്ന ലോക്സഭ അതിലൊരു ബില്ല് അവതരിപ്പിക്കുന്നു. റെക്കഗ്നേഷൻ ഓഫ് സർവീസ് ടു ദി കൺട്രി ബില്ല്. എന്തായിരുന്നു ഈ ബില്ല്? രാജ്യസേവനം നൽകിയിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ല്. ഈ ബില്ല് അവതരിപ്പിച്ചത് മധുരയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം രാജ മഹേന്ദ്ര പ്രതാപ് ആയിരുന്നു. ഈ ബില്ലിൽ സവർക്കറെ കൂടാതെ ബരീന്ദ്രനാഥ് ഘോഷ്, ഡോക്ടർ ഉപേന്ദ്രനാഥ് ദത്ത എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഈ ബില്ലിനെ 48 പേർ അനുകൂലിക്കുകയും 75 പേർ എതിർക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ബില്ല് തള്ളിപ്പോയി. ഇനി ഈ ബില്ലിനെ അനുകൂലിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരൊക്കെയാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് അംഗം ഉദ്ധരാജു രാമം, ചിന്താമണി പാണിഗ്രാഹി ഒഡീഷയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് അംഗം, ഹിരേന്ദ്രനാഥ് മുഖർജി ബംഗാളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് അംഗം, വി.പി. നായർ കൊല്ലത്ത് നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് അംഗം, ബി. പരമേശ്വരൻ നായർ, എ.കെ. ഗോപാലൻ കാസർഗോഡ് നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് അംഗം. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ ബില്ല് നിലവിൽ വരണമെന്ന് ശക്തമായി വാദിച്ചവരാണ്. ഇനി നിങ്ങളുടെ EMS നമ്പൂതിരിപ്പാട് എന്താണ് വി.ഡി. സവർക്കറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഒരു തീവ്ര ദേശീയവാദിയും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവുമായിട്ടാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു തികഞ്ഞ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി, അപകടകാരിയായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിട്ടാണ് വി.ഡി. സവർക്കറിനെ കുറിച്ച് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. കൂടാതെ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. അഭിനവ് ഭാരത് എന്ന പേര് രഹസ്യ ഗ്രൂപ്പുകൾ മഹാരാഷ്ട്രയുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും സ്ഥാപിച്ചുവെന്നും അതിന്റെ സ്ഥാപകനായ വി.ഡി. സവർക്കർ അതിന്റെ പ്രവർത്തന രംഗം ഇംഗ്ലണ്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടി ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെ EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്.